അപ്പോൾ ഗൈസ് നമ്മളിത് ഇന്ന് പുല്ലം പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുന്ന് കുറേ പേര് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇവിടെ വന്ന് ഇന്ന് പുല്ലം പിടിക്കും. ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ തീറ്റ കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ തീറ്റ കുഴച്ച് വേഗം നമുക്ക് ഇട്ട് പുല്ലിനെ പിടിക്കാം. ചെറുതായിട്ട് നമ്മളത് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എടുത്തോളൂ. അത് ഉണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പുല്ലിനെ കിട്ടി. കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ചാക്കിങ് എടുക്കാം. ഇതുണ്ട നല്ല കിടിലം പുല്ല്. അപ്പം നമുക്കിത് ഒരു പുല്ലം കിട്ടി. നമ്മൾ വീണ്ടും തീറ്റ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടാൻ പോവാണ്. പണി പോളും അരി അത് പ്രശ്നമാണ്. നമ്മുടെ ചൂണ്ടയുടെ മറ്റേ കുളത്ത് പൊക്ക് നമ്മൾ എറിഞ്ഞപ്പോൾ എന്താ കാട്ടിൽ പോയിട്ട് ഓടക്കി പൊട്ടിപ്പോൾ പിന്നെ രണ്ടാമത് തീറ്റ കൊളുത്തി അത് കുളത്തെല്ലാം കൂടി സെറ്റ് ചെയ്ത് പിന്നെ എത്തിക്കുക. നമുക്ക് രണ്ടാമത്തത് കൊത്തിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തേക്കാം. ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ട്. ആദ്യം കുറച്ച് നേരം ഫൈറ്റ് ചെയ്ത് നോക്കും. പക്ഷെ പിന്നെ അവന് മനസ്സിലാവും എന്തായാലും ഉണ്ടെന്ന്. അന്നേരം പിന്നെ അത് ലൂസാക്കും. അവൻ വിഷമേണ്ട. കുറച്ച് നേരം ഒന്ന് ഓടാൻ നോക്കും. അയ്യോടാ പോടാ പോയി വിട്ടുപോയി. ഗൈസ് നമ്മളിത് ഒരെണ്ണം വിട്ടുപോയി. അപ്പോൾ നമ്മൾ ഇട്ടപ്പം തന്നെ ഞാൻ അടുത്ത കൊത്തുന്നുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് കരക്കെത്തിക്കാം. ഉണ്ട്.
പുല്ലിനെയും കൂടി കിട്ടി നമ്മുടെ തീറ്റ മുഴുവനാണ് എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ നമുക്ക് മൂന്നാമത്തോനെയും കിട്ടി. ഈ കിടപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ ആള് പെട്ടെന്ന് ചത്തുപോകും. ഒരെണ്ണം ചത്തെന്ന് തോന്നുന്നു. വലിയ നമുക്ക് 3 കിട്ടി. അടുത്തതിന് വേണ്ടിയിട്ട് ഇടുക. ഉണ്ടോ? നമ്മുടെ 4ാമൻ കൊളുത്തിയിട്ടുണ്ട്. പോയി പോയി വെട്ട്. നമുക്ക് രണ്ടാമതും പിന്നെയും മിസ്സായിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ രണ്ടാമത്തെ മിസ്സാകുന്നു. ഉണ്ട്. പിന്നെയെങ്കിലും കരക്ക് കയറണം. നമ്മൾ 2 എണ്ണം മിസ്സായി. അതിവിടെ പറ്റ വരുമ്പോൾ മിസ്സാവണം. അതും പോയില്ല. പോയില്ല. അത് തീരെ ചെറുതാന്ന് തോന്നുന്നു. ചെറുതാ. നമുക്കിപ്പോൾ 3 എണ്ണം കിട്ടിയതിനേക്കാളും ഇച്ചിരി കൂടി ചെറുതാ. ഇപ്പം കിട്ടിയ 3 എണ്ണത്തിനേക്കാളും ഇച്ചിരി ചെറുതാ. എന്തായാലും 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം മിസ്സായി, എങ്കിലും നമുക്ക് 4 എണ്ണം കിട്ടുന്നുണ്ട്. നമുക്ക് 4 പുല്ലെല്ലാം കിട്ടി. നമ്മൾ ഫിഷിങ് നിർത്തി. പക്ഷെ നമ്മൾ ഇവനെ കൊണ്ടുപോയി വറുത്ത് കഴിക്കാൻ പോവാം. കുറച്ച് നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടും. പക്ഷെ നമുക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളതായി. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വീട്ടിലോട്ട് പോവാം. ഇപ്പം നമുക്ക് കിട്ടിയ 4 പുല്ലെന്തേ ഹരീഷ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ മുളകിട്ട് വറുക്കാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് ഇതിനെ വെട്ടി വൃത്തിയാക്കി എടുക്കാം. നമ്മളിത് പുല്ലിനെ നല്ല രീതിയിൽ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവന് ആവശ്യമുള്ള മുളകും മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ പുരട്ടുന്ന മസാല ഇത് നല്ലവണ്ണം പിടിക്കാനായിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ ഈ മീൻ കറി വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് വറക്കുമ്പോൾ തന്നെയാണ്. മുളക് പൊടി ആദ്യം ഇടുന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്. അതെ, നമ്മൾ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലവണ്ണം മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇവനെ ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ്, ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് വറുക്കാം. അപ്പം ഏകദേശം 15 മിനിറ്റ് നമ്മളിത് വെച്ചു. ഇനി നമ്മളിത് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുല്ലം വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വാഴ ഇലയിലോട്ട് എടുത്ത് മാറ്റാം.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പുല്ലൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള മീനൊന്നും അല്ല, എന്നാലും ഇത് വറുത്ത് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് മുരിച്ച് വറുത്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി മീൻ പിടിച്ച് ഇതെല്ലാം സെറ്റാക്കി വന്നപ്പോൾ 1 മണിയായി. അപ്പം 1 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും വൈകി ഞങ്ങളത് കഴിക്കട്ടെ. നല്ല മുള്ളുള്ള മീനാണ്. അതായത് ചെറിയ ചെറിയ മുള്ളുകൾ ഇതിനകത്തുണ്ട്. കഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. പിന്നെ നല്ലോണം മുരിച്ച് വറുത്തെടുക്കാം.